ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിഡിലൻ ടേസ്റ്റോട് കൂടിയ കോലാപൂരി ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ കോലാപൂരി ചിക്കൻ ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ചിക്കൻ കോലാപൂരി ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 1 കിലോ ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് പറയുന്നത്. തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ഒരു സ്മെല്ല് വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ 3 മിനിറ്റ് നേരം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ കയ്യിലില്ലെങ്കിൽ സാധാരണ മുളക് പൊടി എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം വറുത്ത് പൊടിച്ചത് കയ്യിലില്ലെങ്കിൽ സാധാരണ ജീരകം 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡർ കൂടിയാണ്. പൗഡറുകളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പൗഡറുകളുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് 1/2 ഗ്ലാസ് അളവിലുള്ള വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. വീണ്ടും നമുക്ക് പാന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങയുടെ മിക്സ് ആണ്. തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ കട്ട് ചെയ്തതാണ്. ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയുമായിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. ചിക്കനും ഗ്രേവിയും കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ടൊമാറ്റോ 1/4 ഗ്ലാസ് അളവിലുള്ള വെള്ളത്തിൽ മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള ടൊമാറ്റോ പ്യൂരിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോ പ്യൂരി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്ച്ചോറ്, പൊറോട്ടോ, അതുപോലെ തന്നെ കുബൂസ്, ചപ്പാത്തി, ഇതിലേക്കെല്ലാം അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ ഗ്രേവി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കിടിലൻ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കോലാപൂരി ചിക്കൻ ഗ്രേവി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.